ഗുരുവായൂർ അമ്പലനടയിൽ നിന്നുള്ളൊരു സിനിമ ഭയങ്കര അടിച്ചു പൊളിച്ച് തിയേറ്ററിൽ എല്ലാവരും കണ്ടൊരു, അതേപോലെ നമുക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും അത്തരത്തില് നല്ല തമാശകള്, അത് മാത്രമല്ല നമ്മൾ കണ്ടു ശീലിച്ച തമാശകളൊന്നും, നല്ല ഫ്രഷ് തമാശകളുള്ള നല്ല പ്രണയരംഗങ്ങളുള്ള മനസ്സ് തീർക്കുന്ന ഒരു സിനിമ. കോമഡിയാണോ കൂടുതൽ താല്പര്യം? പിന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടി എന്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരുപാട് സമവികാസങ്ങളും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. നല്ല കോമഡി സിനിമ എന്ന് പറഞ്ഞാല് തമാശ വേണം, എന്നിട്ട് 2 മണിക്ക് നമ്മൾ എൻജോയ് ചെയ്യണം. അതാണ് ഞാനൊരു നേരത്തെ കുറെ ഡോക്യുമെന്ററി സീരിയസ് അതെ ഞാൻ നേരത്തെ കുറെ സീരിയസ് ആയ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ 2 മണിക്കൂർ ആൾക്കാർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത് ആ സിനിമയിൽ ഉണ്ടാവും, അങ്ങനെ വിശ്വസിക്കുന്ന ആ അർത്ഥത്തിൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം. സിനിമയുടെ പാട്ടുകളും അതിനെ കുറിച്ച് കൂടുതൽ പറയാം. സിനിമ 2 പാട്ടാണ്. ഒരു റൊമാൻറ്റിക് സോങ്, പിന്നെ ഒരു മെലഡി സോങ്. അത് ഒരു സോങ്, പിന്നെ ഒരു ടൈറ്റിൽ സോങ് ഉണ്ട് കേട്ടോ. 3 സോങ്. ഈ 2 സോങ് ചെയ്തത്, റൊമാൻറ്റിക് സോങ്ങും അതേപോലെ ടൈറ്റിൽ സോങ് ചെയ്തത് സിബു സുകുമാരൻ എന്ന് പറഞ്ഞ സാറാണ്. അറിയാം അല്ലേ? അദ്ദേഹമാണ് ചെയ്തത്. അദ്ദേഹം തന്നെയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത്. വളരെ മനോഹരമായ സോങ് ആണ്. വളരെ അത് പ്രേക്ഷകർ ഏറ്റെടുക്കും ഉറപ്പായിട്ടും. പിന്നെ വരുന്നത് ഒരു മിഥുനേഷ് ചോളക്കൽ, നവാഗതനായ സംഗീത സംവിധായകനാണ്. എനിക്ക് അങ്ങനെ കൂടി ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അദ്ദേഹം ഇതേപോലെ വളരെ ഉഷാറായിട്ട് തന്നെ ആ സോങ് ചെയ്തിട്ടുണ്ട്. 2 പേരാണ് സോങ് എഴുതിയിട്ടുള്ളത്. നെവിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരു കോട്ടയംകാരനായ പയ്യനാണ്, അവനും പുതുമുഖാണ്. അത് VP ശ്രീകാന്ത് നായർ സാറ്, അദ്ദേഹവും പുതുമുഖ എഴുത്തുകാരനാണ്. ഇവരൊക്കെ നമ്മുടെ സിനിമയിലൂടെ മലയാള ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്യാണ് നമ്മുടെ സിനിമയിലൂടെ. അത് ഞാൻ വെറുതെ ഒരു ഭംഗി വാക്കിന് പറയുന്നതല്ല, വെറുതെ ഇരുന്നിങ്ങനെ തള്ളി മറിക്കാതെ. അത് കണ്ടു കഴിഞ്ഞാൽ ആ പാട്ട് ലിറിക്കൽ സോങ്ങോ അതിന്റെ വീഡിയോ സോങ്ങോ പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ബോധ്യപ്പെടും, കറക്റ്റാണ്, അത് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നത്. അതാണ് എനിക്ക് ആവശ്യം. ബാക്കിയുള്ള ക്യാമറമാൻ പ്രബീഷ് ലിൻസി, അദ്ദേഹത്തിന്റെ കൂടെ കഴിഞ്ഞ ഈ 15 വർഷത്തെ യാത്രക്കിടയിൽ ഒരുപാട് പ്രോജക്റ്റുകൾക്ക്, ഡോക്യുമെന്ററി ആവട്ടെ ഷോർട്ട് ഫിലിമുകളാവട്ടെ, ക്യാമറ ചലിപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു ബോണ്ട് ഉണ്ട്, ഒരു ടീം, ഒരു സെറ്റ് ഉണ്ട്. അത് ആ ഒരു ടീം വർക്ക് അദ്ദേഹം കൂടി മലയാള ഇൻഡസ്ട്രിയിൽ വരാൻ പോവാണ്. ഫസ്റ്റ് സിനിമയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കൂടി പിടിച്ച് എൻ്റെ കൂടെ കൂട്ടാൻ പറ്റി. അദ്ദേഹം വളരെ മനോഹരമായിട്ട് പ്രബീഷ് ലിൻസി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹീറോയും ഹീറോയിനെയും കുറിച്ചൊന്ന്, സുമിത്തും നീമ മാത്യു. അദ്ദേഹം, സുമിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാള ഇൻഡസ്ട്രിക്ക് വലിയൊരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് കയറി പോകാൻ കൽപ്പുള്ള ഒരു നടനാണ്. അത്രമേൽ മനോഹരമായിട്ട് അദ്ദേഹം ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഒരുപാട് പ്രണയമാവട്ടെ, കോമഡി ആവട്ടെ, ഒരുപാട് സീനുകളോടൊക്കെ, അതൊക്കെ അദ്ദേഹം, അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ആയി പറയുന്നില്ല. അത് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ അത് നീമ മാത്യു പറഞ്ഞൊരു പുതുമുഖം. അവര് ഫസ്റ്റ് മൂവി നമ്മുടെ സിനിമയിലൂടെയാണ് ഫസ്റ്റ്. അവര് നേരത്തെ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഫസ്റ്റ് റിലീസ് പടം നമ്മളതായിരിക്കും. അവരാവട്ടെ അവരുടെ വേഷം അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ട് ഓരോ ഇമോഷൻസും പ്രണയരംഗും തമാശ സീനുകളൊക്കെ വളരെ വളരെയധികം. അത് എൻ്റെ സഹപ്രവർത്തകരോടും പ്രത്യേകിച്ച് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലമാന നജീബ് സാറ്, എല്ലാവരും ഉണ്ടും. എനിക്ക് ഒന്നേ ഇനി പറയാനുള്ളത്, നല്ലൊരു സിനിമ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ലോക മലയാളികൾ അതെ നിങ്ങൾ ഏറ്റെടുക്കണം. ഞങ്ങളെ ഒരു വലിയൊരു ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. നിങ്ങൾ കൂടെ ഉണ്ടാവണം. ആഗസ്റ്റ് 30-ന് നിങ്ങളത് കയ്യിൽ നീട്ടി സ്വീകരിക്കണം, പിന്തുണക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിലും നന്ദി അറിയിക്കാം. ഇനി നമുക്ക് ഒരുപാട് സിനിമകൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഉടനെ തന്നെ അടുത്ത പടം ഉണ്ടാവും. നിങ്ങൾ ഉണ്ടാവും, നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും, ഞങ്ങൾ ചെയ്യും കേട്ടോ. താങ്ക് യു സോ മച്ച്.